ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് വന്ദനം. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അല്പനേരം നമുക്ക് ചിന്തിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7, 8, 9 തിരുവചനങ്ങളിൽ പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ. വീണ്ടും സങ്കീർത്തനം 23 കർത്താവ് ഇടനായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല. സഹോദരങ്ങളെ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിലപ്പെടുന്ന വിശ്രമം അരുളുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും എന്റെ കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല. ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്ന് പറയുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാരിയൂസ് എന്ന രാജാവ് രാജ്യം ഭരിക്കാൻ 120 പ്രധാന ദേശാധിപന്മാരെ നിയമിച്ചു. അവരുടെ മേൽ 3 തലവന്മാരെ നിയമിച്ചു. അതിലൊരാൾ ദാനിയേലായിരുന്നു. ദാനിയേലിന് അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും ശ്രേഷ്ഠനായിരുന്നു. തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി ദാനിയേലിനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ യാതൊരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവൻ അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു. ഒരു കുറവും അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഈ തലവന്മാരും മേലധികാരികളും ചേർന്ന് രാജാവ് നീണാൾ വാഴട്ടെ എന്ന് രാജാവിനെ വണങ്ങിക്കൊണ്ട് പറയുന്നു. രാജാവെ, എല്ലാ തലവന്മാരും ദേശാധിപതികളും ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. രാജാവെ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റു ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. അങ്ങനെ ദാരിയൂസ് നിരോധനാഞ്ജയിൽ മുദ്രവെച്ചു. രേഖയിൽ മുദ്രവെച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾക്ക് നേരെ മുട്ടുകുത്തി ദിവസേന 3 പ്രാവശ്യം തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഇത് കണ്ട മേലധികാരികൾ രാജാവിന്റെ അടുത്ത് ചെന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ രാജാവ് അത്രയ്ക്കധികം വ്യസനിച്ചു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവനെ രക്ഷിക്കുവാൻ പരിശ്രമിച്ചു. നടന്നില്ല. മറ്റ് മേലധികാരികളുടെ സമ്മർദ്ദം മൂലം രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. കുഴി ഒരു കല്ലുകൊണ്ട് മൂടി. രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിനെ മുദ്രവെക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചു. വിനോദങ്ങളെല്ലാം ഉപേക്ഷിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തന്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. തന്റെ ദൈവത്തിൽ
ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവൻ ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ കുടുംബത്തോടെ കുഴിയിലേക്ക് എറിഞ്ഞു. ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഭയന്ന് വിറയ്ക്കണമെന്ന് രാജാവ് വിളംബരവും ചെയ്തു. എല്ലാവർക്കും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നല്ല ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.